പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടിയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. മഞ്ഞപ്പെട്ടി കുതിരപ്പറമ്പ് സ്വദേശിനി അംബികയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ചന്ദ്രൻ പ്രദേശത്ത് തന്നെയുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നമാണ് കാരണം. മകൻ സനലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. സനലിനെ ആദ്യം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ഈ കുടുംബ പ്രശ്നങ്ങൾ കൊലപാതകത്തിലും ആത്മഹത്യയിലേക്ക് കലാശിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഈ മഞ്ഞപ്പെട്ടിയിൽ എന്താണ് സംഭവിച്ചത്? സ്ഥിരമായി ഈ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇതെങ്ങനെയാണ് ഈ കൊലപാതകത്തിന്, ഭാര്യയെ കൊലപ്പെടുത്തി ചന്ദ്രൻ ജീവനെടുക്കാനുള്ള കാരണം എന്താണ്? നാട്ടുകാർ പറയുന്നത് ഈ കുടുംബത്തിൽ തന്നെ, അതായത് ചന്ദ്രനും ഭാര്യയും മകനുമായി നിരന്തരം കലഹമുണ്ടാകുമായിരുന്നു. മദ്യപിച്ചു വരുന്ന ചന്ദ്രൻ നിരന്തരം ഭാര്യയും മകനെയും ഒക്കെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് നാട്ടുകാരും ദൃക്സാക്ഷികളും ഒക്കെ പറയുന്നത്. ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി പോലും, അതായത് ഇന്നലെ രാത്രി പോലും ഇവരെ വീട്ടിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടിരുന്നു എന്ന ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ്, ഈ കലഹത്തിനൊടുവിലാണ് ഈ ചന്ദ്രൻ സ്വന്തം ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയത്. മൂർച്ചയുള്ള വടിവാള് പോലെ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ചാണ് കഴുത്തിനും തോളിലും മുഖത്തുമൊക്കെ ആയിട്ട് ഈ അംബികയെ കുത്തിയത്. അതിനുശേഷം മകനും ഈ സംഭവ സമയത്തുണ്ടായിരുന്നു. മകനും ഇത് തടയാനൊക്കെ ശ്രമിച്ചിരുന്നു. അമ്മയെ കൊലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ മകനും ഇത് തടയാൻ ശ്രമിച്ചിരുന്നു. അച്ഛനെ തടയാൻ ശ്രമിക്കുന്നതിനിടെ മകനും കുത്തേറ്റിട്ടുണ്ട്. ആദ്യം മകനെ അടുത്തുള്ള പെരുമ്പാവൂരിലെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അല്പം ഗുരുതരമായിട്ടുള്ള ആഴത്തിലുള്ള മുറിവുകളായതിനാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മകന്റെ ചികിത്സ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. അംബികയുടെ മൃതദേഹവും കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആക്രമണം നടത്തിയ ശേഷം, അതായത് വീട്ടിൽ ഇത്രയും വലിയ ബഹളവും ആക്രമണവും ഒക്കെ നടത്തിയതിനു ശേഷം ചന്ദ്രൻ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് വീട്ടിന് സമീപത്തുള്ള ഒരു പറമ്പിൽ നിന്നും ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരത്തിൽ തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലാണ് ചന്ദ്രനെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മകന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ അമ്മയെ ആക്രമിക്കുന്നത് കണ്ട് സനൽ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ മകനെയും ചന്ദ്രൻ ആക്രമിച്ചത്? ഇങ്ങനെ വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? നാട്ടുകാർ എന്താണ് പറയുന്നത് നവമി? ഇതെങ്ങനെയാണ് ആക്രമണം ഉണ്ടായതെന്ന് അറിയില്ല. കാരണം ഇത് അംബിക മരിച്ചിരിക്കുകയാണ്. ഈ ആക്രമണം നടത്തിയ ചന്ദ്രനും മരിച്ചു. മകൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അപ്പോൾ ഈ സംഭവം കണ്ടുനിന്ന മറ്റാർക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ആരും തന്നെ കണ്ടു നിന്നിരുന്നില്ല. ബഹളം കേട്ട്, ഈ ഒച്ചപ്പാടും ബഹളം കേട്ട് പിന്നീട് നാട്ടുകാർ വന്നപ്പോഴാണ് അംബികയുടെ മൃതദേഹവും പരിക്കേറ്റ മകനെയും ഒക്കെ കണ്ടെത്തിയത്. അവരുടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇനി മകളിൽ നിന്ന് മാത്രമേ പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ ചന്ദ്രൻ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ആളാണ്. അമ്മയും ഭാര്യനെയും മകനെയും ഒക്കെ ഉപദ്രവിക്കുകയും അവരുമായി നിരന്തരം തർക്കങ്ങളൊക്കെ നടത്തുകയും കലഹത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് ചന്ദ്രൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്, അയൽവാസികൾ പറയുന്നത്. എന്തായാലും പോലീസ് അയൽവാസികളുടെയും വിശദമായിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട്. മകൻ ആശുപത്രിയിലാണ്. മകന്റെ മൊഴിയെടുക്കാനായി സാധിച്ചിട്ടില്ല. എന്തായാലും കുത്തേറ്റ അംബികയും മരിച്ചു. കൊലപ്പെടുത്തിയ ചന്ദ്രനും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്തായാലും നവമി, നമുക്കറിയാം, ഈ പല കുടുംബങ്ങളുടെയും പ്രശ്നത്തിന് കാരണം, ഈ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഒന്നില്ലെങ്കിൽ അത് കടുത്ത മദ്യപാനമായിരിക്കും, ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കും, അതല്ലെങ്കിൽ സംശയമായിരിക്കും. പക്ഷെ ഇവിടെ ഇനി ചന്ദ്രൻ ഇങ്ങനെ സ്ഥിരമായി മദ്യപിച്ചെത്തി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നോ? മാത്രമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഭാര്യയും മകനും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഇവർ 3 പേര് മാത്രമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ചന്ദ്രൻ മദ്യപിക്കുന്ന ആളാണ്. മദ്യപിച്ച് ബഹളമുണ്ടാക്കും. വീട്ടിൽ മുൻപും തർക്കങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. നാട്ടുകാരങ്ങനെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും. അയൽക്കാരും അത് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഈ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ ഓടിയെത്തി വീട്ടിൽ പരിശോധിക്കുമ്പോഴാണ് ഇരുവരെയും കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. ചോര വാർന്ന്
രണ്ടുപേരെ അവസ്ഥയിൽ കിടക്കുന്നത് കാണുകയും ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ചന്ദ്രൻ ഒളിവിലായിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെ ചന്ദ്രന്റെ മൃതദേഹവും കണ്ടെത്തിയത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.